വെള്ളത്തിലായിരുന്ന അല്ലി ഉറക്കെ അലറി. അമ്പി വീണ്ടും ആ കല്ലെടുത്ത് ഉയർത്തി ഒന്നുകൂടി ഇടിച്ചു. അവളുടെ തല പൊട്ടി വികൃതമായി. രക്തത്താൽ കുളിച്ച അവളുടെ നിറവയറിലെ കുഞ്ഞിന്റെ ചലനം കണ്ട് നമ്പി എന്ന ക്രൂര മനസ്സിനുടമയായ ആ പിതാവിന് ഒരു ദയവും തോന്നിയിരുന്നില്ല. അല്ലി തന്റെ ഭർത്താവിനെ അവസാനമായി നോക്കി പറഞ്ഞു, എന്റെ കുടുംബം നശിപ്പിക്കുകയും എന്നെ ചതിച്ചു കൊല്ലുകയും ചെയ്ത നിന്നെ എത്ര ജന്മം ജനിച്ചാലും എന്റെ ആത്മാവ് ജീവിക്കാൻ അനുവദിക്കുകയില്ല. അവളുടെ അടുത്ത നോട്ടം അടുത്തു കണ്ട കള്ളിച്ചെടിയിലേക്കായിരുന്നു. കള്ളിച്ചെടിയെ, എന്റെ മരണത്തിന് ഏക ദൃക്സാക്ഷി നീയാണ് എന്ന് പറയുന്നതിനോടൊപ്പം അവൾ നിശ്ചലയായി. കൂടെ ഈ ലോകം കാണാതെ പോയ അവളുടെ വയറ്റിലെ കുഞ്ഞു. നമ്പിയുടെ മുഖത്തുണ്ടായിരുന്ന അല്ലിയുടെ ചോരത്തുള്ളികൾ അവൻ ഉടുമുണ്ടിന്റെ അറ്റമുയർത്തി തുടച്ചു. പതിയെ താഴെയിരുന്ന അല്ലിയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ അപ്പാടെ താലി വരെ ഊരിയെടുത്ത് നമ്പി തന്റെ സഞ്ചിയിലാക്കി. ഒന്നുമറിയാത്ത ഭാവേന നടന്നകന്നു. ഒട്ടും വൈകാതെ അല്ലിയുടെ കുഞ്ഞനുജൻ നമ്പി ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവിടെ എത്തി. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ഒന്നുകൂടെ കണ്ണു തിരുമിയിട്ട് നോക്കി അലറി വിളിച്ചു, ചേച്ചി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ചേച്ചി അവൻ ഓടിച്ചെന്ന് താങ്ങിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ഉറക്കെ നിലവിളിച്ചു. എന്നാൽ അത് കേൾക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവൻ ചേച്ചിയെ താഴെ കിടത്തിയിട്ട് നമ്പിയെ നോക്കി. എന്നാൽ അയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞിരുന്നു. അല്പനേരം തന്റെ ചേച്ചിയെ നോക്കി നിന്നിട്ട് അമ്പി അടുത്തു കണ്ട ഒരു പാറക്കല്ലിൽ അവന്റെ തല തല്ലി. അവന്റെ ചേച്ചിയോട് ചേർന്ന് മരിച്ചു വീണു. എന്നാൽ കാർവേണി തന്റെ മക്കളെ കാണാതെ നാട് മുഴുവൻ തപ്പി നടക്കുമ്പോൾ നാട്ടുകാർ ആരോ പറഞ്ഞ് വിവരമറിഞ്ഞു. അവിടെ എത്തി അവൾ കള്ളിച്ചെടികളുടെ നടുവിൽ തന്റെ മക്കളുടെ മൃതദേഹം കണ്ട് നിലവിളിച്ചു. അവൾ നമ്പിയെ പ്രാഗി. ഏറെ വൈകാതെ തന്നെ കാർവേണിയുടെ പ്രാക്ക് വലിച്ചു. നമ്പിയെ ഒരു പാമ്പ് കടിച്ച് അയാളും മരിച്ചു. അങ്ങനെ അല്ലിയും അനുജനും കൂടെ നമ്പിയും ഈ ലോകത്ത് നിന്നുപോയി. അവരുടെ കഥ ഈ ജന്മത്തിലേത് ഇവിടെ അവസാനിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചോള രാജ്യം. പ്രജാക്ഷേമ തൽപരനായിരുന്ന രാജാവിന് മക്കളില്ലായിരുന്നു. മക്കളില്ലാത്ത വിഷമത്തിൽ മനനൊന്ത് കഴിഞ്ഞ് അവരോട് ഒടുവിൽ ദൈവം കടാക്ഷിച്ചു. രാജ്ഞി ഗർഭിണിയായി. അങ്ങനെ അവർ ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. അത് അല്ലിയുടെയും തന്റെ കുഞ്ഞനുജൻ അമ്പിയുടെയും പുനർജന്മമായിരുന്നു. നീലനും നീലിയും എന്നായിരുന്നു അവരുടെ പേര്. കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം നാനാവിധ പ്രശ്നങ്ങളുടെ നടുവിൽ പെട്ടുലഞ്ഞു. പകർച്ചവ്യാധിയും പേമാരിയും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതക്കുറവും മാത്രമായിരുന്നില്ല. ആ നാട്ടിലുള്ള മുഴുവൻ പശുക്കളും ഓരോ ദിവസം നേരം വിളക്കുമ്പോഴും ചോരയില്ലാതെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ രാജാവ് ഒരു ജ്യോത്സ്യനെ വിളിച്ച് പ്രശ്നം വെച്ചു നോക്കി. അപ്പോഴാണ് രണ്ട് ആത്മാക്കളാണ് ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിലായത്. ആ ആത്മാക്കൾ രാജാവിന്റെ പൊന്നോമനകളായ നീലനും നീലിയുമാണെന്ന് വേദനിപ്പിക്കുന്ന സത്യം രാജാവും രാജ്ഞിയും അറിയുന്നത്. അവർ തകർന്നുപോയി. ജ്യോത്സ്യൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞില്ലേൽ ഈ രാജ്യം മുച്ചൂട് മുടിയും. ഇത് രാജാവിന് മരണവേദനയേക്കാൾ വേദനയുളവാക്കി. അദ്ദേഹത്തിന് തന്റെ മക്കളെ കൊന്നുകളയാൻ ആവില്ലായിരുന്നു. അദ്ദേഹം കുറച്ചു ദിവസങ്ങൾ ഊണും ഉറക്കവും ഇല്ലാതെ ആലോചിച്ചു. എന്നാൽ ആ ദിവസങ്ങളിൽ ഒന്നുകൂടി രാജ്യത്തിന്റെ സ്ഥിതി വഷളാവുകയും ചെയ്തു. ഒടുവിൽ തന്റെ മക്കളെക്കാൾ പ്രജകളുടെ ക്ഷേമത്തിന് അദ്ദേഹം വില കൽപ്പിച്ചു. അദ്ദേഹം രാജ്ഞിയെ ആശ്വസിപ്പിച്ചു. എന്നാൽ രാജ്ഞി ആശ്വാസവാക്കുകൾക്ക് ഒട്ടും വഴങ്ങിയില്ല. അത് വകവെക്കാതെ രാജാവ് തന്റെ മക്കളായ നീലനെയും നീലിയെയും കാട്ടിലുപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്ന രാജ്ഞിയുടെ അടുക്കൽ നിന്നും നീലനെയും നീലിയെയും രാജാവ് പറഞ്ഞതിന് പ്രകാരം ഭടന്മാർ കൊടും കാട്ടിൽ കൊണ്ടുപോയി ആക്കി. അത് പണ്ട് അല്ലിയെ കൊലപ്പെടുത്തിയ ആ കള്ളിയാങ്കാടായിരുന്നു.